കടത്തിനുമേൽ കടക്കെണിയിലേക്കാണ് സംസ്ഥാനം. കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക ദുരന്തമാണെന്ന് ഉറപ്പിക്കുന്നതാണ് കണക്കുകൾ. വരുന്ന സാമ്പത്തിക വർഷം പലിശ അടച്ചു തീർക്കാൻ മാത്രം 31,823.72 കോടി രൂപ വേണ്ടിവരും സംസ്ഥാനത്തിന്. 2025-26 സാമ്പത്തിക വർഷം 40,848.21 കോടി വീണ്ടും കടമായി സംസ്ഥാനം എടുക്കുന്നുണ്ട്. അതായത് പലിശ അടച്ചു തീർത്താൽ ബാക്കിയുള്ളത് വെറും 9,024 കോടി മാത്രം. ബ്രേക്കിംഗ് വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് കേരളം. കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നാട് നീങ്ങുന്നത്. ഈ സർക്കാരിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും അത്രത്തോളം ഭയാനകമായ അവസ്ഥയിലേക്കാണ് കേരളത്തെ എത്തിച്ചു കഴിഞ്ഞത് എന്നത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കണക്കുകൾ തന്നെ പോകുന്നത്, അല്ലേ? അങ്ങനെയാണ് KP. കടമെടുത്ത് മുടിയുകയാണ് കേരളം. എന്നിട്ടും വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. കടമെടുപ്പ് ഒരു പരിധിയുമില്ലാതെ ഇങ്ങനെ തുടരുന്നതിനാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ നീങ്ങുന്നത് വല്ലാത്തൊരു ഗുരുതരാവസ്ഥയിലേക്കാണ്. കടമെടുപ്പ് ഏതാണ്ട് 5 ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ് സംസ്ഥാനത്തിന്റെ ആകെ ഈ പറയുന്ന രീതിയിലുള്ള വായ്പാ ബാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അത്രയധികം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകുമ്പോഴും വീണ്ടും കടമെടുക്കുക എന്നുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക സ്ഥിതിയെ ഇത്തരത്തിൽ കൂടുതൽ ഞെരുക്കത്തിലേക്ക് നയിക്കുന്ന നയങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെയാണ് മറ്റ് ഒരു വിഭാഗങ്ങൾക്കുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ പോലും സംസ്ഥാനത്ത് നിലച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പൊതുകടത്തിന്റെ ഒരു കണക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 2024-25 സാമ്പത്തിക വർഷം സർക്കാരിന്റെ കണക്ക് പ്രകാരം കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് 4,36,387.06 കോടി രൂപയാണ്. 2025-26 ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം സർക്കാർ 40,848.21 കോടി കൂടി സർക്കാർ കടമെടുക്കും. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിന്റെ കടബാധ്യത എന്ന് പറയുന്നത് 2025-26 സാമ്പത്തിക വർഷത്തേക്ക് വരുന്ന പ്രൊജക്ട് ചെയ്യുന്ന കടബാധ്യത എന്ന് പറയുന്നത് 4,81,997.62 കോടി രൂപയാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് വലിയൊരു കണക്കിലേക്ക് പോകുന്നു. സംസ്ഥാനം 5 ലക്ഷം കോടിയിലേക്ക് അതിന്റെ പൊതുകടം അടക്കുന്നു. അത്ര വലിയ കടബാധ്യതയിലേക്ക് കേരളത്തെ തള്ളിയിടുന്നു. ഇനി ഇതിന്റെ തിരിച്ചടവുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പലിശ ഇനത്തിൽ മാത്രം സർക്കാർ ഓരോ വർഷവും സാമ്പത്തിക വർഷവും ചെലവഴിക്കുന്നത് കോടാനുകോടികളാണ്. അതിന്റെ കണക്കുകൾ, അതായത് കടമെടുക്കുന്നതിന്റെ ഭൂരിപക്ഷവും പലിശ അടച്ചു തീർക്കുന്നു എന്നുള്ളതാണ് ഇനി പറയുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം സർക്കാർ കടത്തിന്റെ പലിശയായി തിരിച്ചു കൊടുത്തത് 26,986.22 കോടി രൂപ. ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം മാത്രം സർക്കാർ 40,606.04 കോടി രൂപ കടമെടുത്തിട്ടുണ്ട്, വായ്പ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം സർക്കാർ ഈ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നിയമസഭയെ അറിയിച്ചത്. അങ്ങനെ സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വായ്പാ ബാധ്യത എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് സാമ്പത്തിക വർഷത്തിൽ സർക്കാർ മൊത്തത്തിൽ മാറിയിരിക്കുന്നത് ഒരു പലിശ കണക്കിലേക്ക് വരികയാണെങ്കിൽ, അതായത് നിലവിൽ നിൽക്കുന്ന മൊത്തത്തിലുള്ള കടം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷത്തെ കടം 4,36,387.06 കോടി രൂപ. ഈ സാമ്പത്തിക വർഷത്തെ പലിശ ഇനത്തിൽ സർക്കാരിന് അടയ്ക്കേണ്ടി വരുന്നത് 29,739.32 കോടി രൂപ. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെക്കാളും പലിശ കൂടിയിരിക്കുന്നു. കൂടുതൽ തുക പലിശയിലേക്ക് സർക്കാർ വകമാറ്റി വെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു കടമെടുക്കുന്നതിൽ തന്നെ. ഇനി 2025-26 വർഷത്തേക്ക് വരുമ്പോൾ സർക്കാർ വീണ്ടും ഒരു 40,000 കോടിയോളം രൂപ, 40,000 കോടിയിൽ പുറത്ത് പണം കടമെടുക്കുന്നതിനുള്ളൊരു പ്രതീക്ഷകളുമായിട്ടാണ് ബജറ്റ് എസ്റ്റിമേറ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 40,848.21 കോടി രൂപ സർക്കാർ കടമെടുക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ വരുന്ന ആ സാമ്പത്തിക വർഷത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന് പലിശ കൊടുക്കാൻ വേണ്ടത് 31,823.72 കോടി രൂപ. അതായത് വീണ്ടും പലിശയുടെ ബാധ്യത സർക്കാരിന് മുകളിൽ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് മുകളിൽ ഉയരുന്ന സാഹചര്യം. ഇങ്ങനെ കടമെടുക്കുന്ന 40,848.21 കോടി രൂപയിൽ നിന്ന് പലിശ കൊടുക്കാനുള്ള ഈ 31,823.72 കോടി രൂപ കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ളത് വെറും 9,024 കോടി രൂപ മാത്രം. കടമെടുക്കുന്നതിന്റെ 78% തുക പലിശയ്ക്ക് വേണ്ടി തിരിച്ചു കൊടുക്കേണ്ട ഒരു ഗുരുതരമായ സാമ്പത്തിക മിസ്മാനേജ്മെന്റിലേക്ക് കൂടിയാണ് കേരളം. പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കടം തീർക്കാൻ വീണ്ടും കടമെടുക്കുന്ന അവസ്ഥ, എന്നിട്ടും തികയാത്ത അവസ്ഥ.